പണി കഴിഞ്ഞിന്ന് വന്നു. ഇന്നലെ 11 മണിയൊക്കെ കണ്ടേട്ടാ വന്നപ്പോൾ. അപ്പം ഇന്ന് നേരത്തെ വന്ന് അല്ലേ. അപ്പം ആദ്യം ഞങ്ങൾ ദുരിതത്തിൽ 4 ദിവസം TV കിട്ടിയിട്ടാ. നമ്മൾ ടാറ്റാ സ്കൈ വെച്ചിട്ട് ഒരു രക്ഷയില്ലാണ്ടായിരിക്കണുണ്ടില്ലേ കൊട. ഒരു രക്ഷയില്ല. 4 ദിവസം ഈ കുഞ്ഞാപ്പി ഞാനൊക്കെ TV കണ്ടിട്ട് ഒരു രക്ഷയില്ല. നമുക്ക് ഒരു ഇതില്ല. വെച്ചിട്ട് വിളിച്ചിട്ടാണെങ്കിൽ വരണില്ല. നമുക്കൊന്നും ചെയ്യാൻ പറ്റണില്ല. ഇത് നല്ല കേബിൾ വെച്ചാൽ മതി. അതാകുമ്പോൾ അവർ പണിതെങ്കിലും ചെയ്യുന്നു. ഇപ്പം ആകെ ഗതികേടായിപ്പോൾ ടാറ്റാ സ്കൈ വെച്ചിട്ട് TV പോലും നമുക്ക് കാണാൻ പറ്റാത്ത അവസ്ഥ. വിളിച്ചിട്ടാണെങ്കിൽ വരുന്നില്ല. എത്ര വിളിച്ച് രക്ഷയില്ല. അച്ഛനെവിടെ വന്നപ്പോൾ തന്നെ വണ്ടിയൊക്കെ കഴുകിയിട്ട് കുഞ്ഞേ കരണ്ടും പോയി. അപ്പം TV നമ്മൾ ശരിയാക്കാന്ന് വെച്ച് നോക്കിയതാണ്ട സ്പാനറൊക്കെ കിട്ടും. പക്ഷെ കരണ്ട് പോയി. കരണ്ട് ചതിച്ച് കളഞ്ഞേട്ടാ. അപ്പം ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരാൾ അവിടെ എന്തോ പണിയിലാണ്. ടിങ്ങൂൻ്റെ അടുത്തേക്ക് എന്തോ പണിയിലാട്ടാ. അച്ഛനെ നോക്ക്. ഭയങ്കര വന്നപ്പോൾ തന്നെ ഭയങ്കര പണിയിലാണ് അച്ഛനെ. മഴ പെയ്തിട്ട് അതിലോട്ട് വെള്ളം അവനതിൽ മൊത്തം കുടിക്കുന്ന വെള്ളം ഒഴിച്ചിട്ടാണ്. രക്ഷയില്ല. അവൻ ചാടി. അവന് അത് വെച്ചിട്ട് ഇഷ്ടമായില്ല. മണ്ണി കിടന്ന് കുഴയാൻ. കുഞ്ഞേ ഇന്നെന്തൊക്കെ പഠിപ്പിച്ച് ഇന്നെന്താ പഠിപ്പിച്ച സ്കൂളിൽ? സ്റ്റാൻഡിംഗ് ലൈൻ. എങ്ങനെ സ്റ്റാൻഡിംഗ് ലൈൻ എഴുതണേ? എങ്ങനെ എഴുതണത്? ഇങ്ങനെ എഴുതണത്? എന്താ പഠിപ്പിച്ചത്? അങ്ങനെ അറിയോ ചോദിച്ചു എഴുതാനായിട്ട്? സ്റ്റാൻഡിംഗ് ലൈൻ അറിയോ ചോദിച്ചേ? എനിക്കറിയാട്ടെ എഴുതാൻ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ചെറിയ വിശേഷം ഇത്രയുള്ള വിശേഷം. അപ്പം എല്ലാവർക്കും ബൈ.